ഹായ് ഗൈസ്, വെൽക്കം ടു വീലെ. ബിഗ് ബാങ് തിയറി, അതുമല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം. നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി അനേക സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ആധുനിക ശാസ്ത്രം ഏറ്റവും അംഗീകാരം നൽകിയിരിക്കുന്നത് ബിഗ് ബാങ് അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തത്തിനാണ്. ബിഗ് ബാങ് തിയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി വരുന്ന കാര്യങ്ങളിലൊന്ന് കാലം കഴിയും തോറും വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്രപഞ്ചമാണ്, അല്ലെങ്കിൽ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ഹൈപ്പോത്തസിസ് ആണ്. അങ്ങനെ ഈ ഒരു തിയറി ഉപയോഗിച്ച് കാലത്തിൽ നമ്മൾ പുറകോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഉൽപ്പത്തി ഉണ്ട് എന്ന് പറയുവാനായി സാധിക്കും. അവിടെ ബിഗ് ബാങ് നടന്നു എന്ന് പറയപ്പെടുന്ന T0 നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കുകയില്ല എങ്കിലും T0 വളരെ അടുത്തുള്ള ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്തുവാനായി സാധിക്കും. ഇപ്പോൾ ആസ്ട്രോണമി, ഫിസിക്സുമൊക്കെയായി ബന്ധപ്പെട്ട അതിനൂതനമായ പല കണ്ടുപിടുത്തങ്ങളും അനുസരിച്ച് നമുക്ക് യാതൊരു സംശയത്തിനും ഇടയില്ലാതെ പറയുവാനായി സാധിക്കും 13 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു പോയിന്റിൽ നമ്മുടെ പ്രപഞ്ചത്തിന് ഒരു ഉൽപ്പത്തി അല്ലെങ്കിൽ ഒറിജിൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അതിനു മുൻപ് എന്തായിരുന്നു എന്നുള്ളത് പറയുവാനായി നമുക്ക് സാധിക്കുകയില്ല. എങ്കിലും നമ്മൾ വിശ്വസിച്ച് പോരുന്നത് അതിനു മുൻപ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ആരംഭം എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന് ശേഷം എന്തോ ഒന്ന് നിലവിൽ വന്നു. ആ നിലവിൽ വന്ന എന്തോ ഒന്നിനെയാണ് നമ്മൾ പ്രപഞ്ചമെന്ന് വിളിക്കുന്നത്. അങ്ങനെ പ്രപഞ്ചം നിലവിൽ വന്ന ആ ഒരു പോയിന്റിന് മുൻപ് എന്തായിരുന്നു, അതിനുശേഷം എന്തായിരുന്നു എന്ന് തിരിച്ചറിയുവാനുള്ള നമ്മുടെ പഠനങ്ങളെ നമുക്ക് ബിഗ് ബാങ് തിയറി എന്ന് വിളിക്കാം. നമ്മൾ ഇങ്ങനൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് 1920കളിൽ എഡ്വിൻ ഹബിൾ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ നൽകിയതോടുകൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നുമാണ് ഹബിൾ ടെലിസ്കോപ്പിന് ആ ഒരു പേര് ലഭിക്കുന്നതും. അങ്ങനെ ഇദ്ദേഹം പറയുന്നു, ബഹിരാകാശത്തുള്ള 2 വ്യത്യസ്ത ഗാലക്സികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കാലം കഴിയും തോറും ഈ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം കൂടി വരുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. അതുമല്ലെങ്കിൽ അവ പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പരീക്ഷണം ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു ബലൂൺ എടുക്കുകയാണ്. ആ ബലൂണിൽ കുറച്ച് പോയിന്റുകളും അടയാളപ്പെടുത്തുന്നു. നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ പോയിന്റുകളെ ഓരോ ഗാലക്സികളാണെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ആ ബലൂൺ വീർപ്പിക്കും തോറും അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ പോയിന്റുകൾ തമ്മിൽ അകന്നു പോകുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഗാലക്സികളുടെ കാര്യവും. കാലം കഴിയും തോറും ഈ ഗാലക്സികൾ തമ്മിലുള്ള അകലം കൂടി വരുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നമ്മുടെ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യവും ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കുക. കാലം മുൻപോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ സമയം മുൻപോട്ട് പോകുമ്പോൾ പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറേയധികം ഗാലക്സികൾ, അങ്ങനെയെങ്കിൽ സമയത്തെ പിന്നോട്ടാക്കുകയാണെങ്കിൽ ഇവ പരസ്പരം അടുത്തു വരുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. അങ്ങനെ അടുത്തു വന്ന് അവസാനം അവയൊരു സിംഗുലർ ആറ്റത്തിലേക്കും എത്തിച്ചേരുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. ഈ സിംഗുലർ ആറ്റം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കാത്ത അത്രയും ചെറിയ വോളിയമുള്ള, തീർത്തും ചെറുതായ, ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറുള്ള, ചിന്തിക്കുവാൻ പറ്റാത്ത അത്രയും താപനിലയുള്ള, അത്രയും സാന്ദ്രതയുള്ള ഒരു വളരെ ചെറിയൊരു പോയിന്റ് എന്ന് നമുക്ക് വിലയിരുത്താം. ഇത് എവിടെ നിന്ന് രൂപം കൊണ്ടു എന്നുള്ളതോ എങ്ങനെ ഇത് രൂപം കൊണ്ടുവന്നു എന്നുള്ളതിനോ യാതൊരു തെളിവുകളോ അറിവുകളോ നമ്മുടെ പക്കലോട്ട് ഇല്ലതാനും. ഇനി ഇതിനെ നമുക്കൊരു തമോഗർത്തത്തിൻ്റെ കേന്ദ്രവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ തമോഗർത്തങ്ങളുടെ മധ്യഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ സിംഗുലാരിറ്റി, പദാർത്ഥങ്ങളെല്ലാം സ്ക്വാഷ് ചെയ്ത് ഒരു ഇൻഫൈനൈറ്റ് ഡെൻസിറ്റി ഉള്ള ഒന്നുപോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ സിംഗുലർ ആറ്റവും അന്ന് നിലനിന്ന് പോന്നിരുന്നത്. ഇവിടെ ഊർജം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10⁻32 കെൽവിനായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന താപനില. ഈ താപനിലയിൽ പദാർത്ഥങ്ങൾ നിലനിൽക്കുകയില്ല. നമുക്കറിയാവുന്ന 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകളായ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക്കൽ ഫോഴ്സ്, ഗ്രാവിറ്റി, ഇവ 4ഉം ചേർന്ന് ഒന്നായി കാണപ്പെട്ടിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു ഈ സിംഗുലർ ആറ്റം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആ ഒരു കാലഘട്ടം.
അങ്ങനെയുള്ള ഈ ടൈനി സിംഗുലർ ആറ്റത്തിനുണ്ടായ എന്തോ ഒന്നിനെയാണ് നമ്മൾ ബിഗ് ബാങ് എന്ന് വിളിക്കുന്നത്. ഞാനിവിടെ എക്സ്പാൻഷൻ എന്നോ എക്സ്പ്ലോഷൻ എന്നോ ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരമായി എന്തോ ഒന്ന് എന്നാണ് പറയുന്നത്. അതിന് കാരണം നമ്മളിപ്പോൾ ഒരു പടക്കം പൊട്ടിത്തെറിക്കുന്നത് വിചാരിക്കുക. ഒരു പടക്കം പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അവിടെ ഒരു എക്സ്പാൻഷനും അതുപോലെ തന്നെ എക്സ്പ്ലോഷനും ഉണ്ടാകുന്നുണ്ട്. ആ പടക്കത്തിനുള്ളിലുള്ള വസ്തുക്കൾ ചിന്നിച്ചിതറുന്നതിനെ നമുക്കതിൻ്റെ എക്സ്പാൻഷൻ എന്ന് വിളിക്കാം. പക്ഷെ നമ്മുടെ ബിഗ് ബാങ് എന്ന് പറയുന്നത് വളരെ യുണീക്കാണ്. കാരണം അവിടെ ഒരു എക്സ്പാൻഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എക്സ്പാൻഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു സ്പേസിൻ്റെ സാന്നിധ്യം വേണം. നമ്മുടെ ശാസ്ത്രലോകം വിശ്വസിച്ച് പോരുന്നത് നമ്മൾ ഈ പറയുന്ന സ്പേസ് ഉണ്ടാകാനുള്ള കാരണം തന്നെ യഥാർത്ഥത്തിൽ ബിഗ് ബാങ് ആണ് എന്നുള്ളതാണ്. അങ്ങനെയുണ്ടായ ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ വലിച്ചു നീട്ടലിനെയാണ് നാം എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. അവിടെ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നതല്ല, പകരം അതൊരു വലിച്ചു നീട്ടപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനൊരു സ്ട്രെച്ചിങ് ആണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ സിംഗുലർ ആറ്റത്തിനുണ്ടായ ഈ ഒരു എക്സ്പാൻഷൻ, അതുമല്ലെങ്കിൽ സ്ട്രെച്ചിങ്ങിനെ തുടർന്നിട്ടാണ് ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള ഈ ഒരു തരത്തിലുള്ള യൂണിവേഴ്സ് പിറവിയെടുക്കുന്നത്. അതോടുകൂടി ടൈം, സ്പേസ്, മാറ്റർ ഇവ മൂന്നും രൂപം കൊള്ളുകയും അങ്ങനെ നമ്മുടെ യൂണിവേഴ്സ് ഒരു ബിഗ് ബാങ് നടന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു സിംഗുലർ ആറ്റത്തിൻ്റെ വലുപ്പത്തിൽ നിന്നും ഒരു ഗാലക്സിയുടെ അത്രയും വലുപ്പമുള്ള യൂണിവേഴ്സിലേക്ക് അത് സ്ട്രെച്ച് ചെയ്യപ്പെട്ടു, റാദർ എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാം. പിന്നീട് ഈ ഒരു എക്സ്പാൻഷൻ വലിയ രീതിയിൽ തുടർന്നു പോരുകയും ഇന്ന് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് കൂടി നമ്മുടെ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രപഞ്ചം രൂപം കൊണ്ടത് എങ്ങനെയാണ് എന്ന് അടുത്തറിയുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ചെന്നെത്തിച്ചേരുന്ന തിയറികളിലൊന്നാണ് ബിഗ് ബാങ് അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം. മഹാവിസ്ഫോടന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഏതൊരു ചർച്ചകളിലും അതിന് തെളിവായി നൽകുന്ന പ്രധാന തെളിവുകളിലൊന്നാണ് CMB അഥവാ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് നടന്നതിന് ശേഷമുള്ള ഈ പ്രപഞ്ചം ഇന്ന് നാം കാണുന്ന ഈ രൂപത്തിലായിരുന്നില്ല. ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളുകളായ ക്വാക്സും ഗുവോൺസും ഇലക്ട്രോണും ഫോട്ടോണും എല്ലാം ചേർന്ന് ഒരുമിച്ച് നിന്നിരുന്ന അതീവ താപനിലയിലും ചിന്തിക്കുവാൻ സാധിക്കുന്നതിലും അധികം മർദ്ദത്തിലും ഇവയെല്ലാം ചേർന്ന് ഒന്നു ചേർന്ന രൂപത്തിലായിരുന്നു. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണികകളായ ഫോട്ടോണുകൾ സഞ്ചരിക്കുവാൻ ശ്രമിക്കും തോറും ഫ്രീ ഇലക്ട്രോണുകളിൽ തട്ടി നിരന്തരമായി സ്കാറ്റർ ചെയ്തുകൊണ്ടിരുന്നു. ഈ പ്രതിഭാസമാണ് തോംസൺ സ്കാറ്ററിംഗ് എന്ന് വിളിക്കപ്പെടുന്നത്. അങ്ങനെ പ്രകാശത്തിന് സഞ്ചരിക്കുവാൻ സാധിക്കാതിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ പ്രപഞ്ചം ഇന്നത്തെ പോലെ ട്രാൻസ്പെറൻറ്റുമായിരുന്നില്ല. അങ്ങനെ ഏകദേശം 3,80,000 വർഷങ്ങൾ കടന്നു പോകുകയും പ്രപഞ്ചത്തിൻ്റെ താപനില 3000 ഡിഗ്രി കെൽവിനിലേക്ക് താഴുകയും ചെയ്തു. ഇതോടെ ഇലക്ട്രോണുകൾക്കും ഫോട്ടോണുകൾക്കും ന്യൂക്ലിയർ സിന്തസിസ് നടക്കുകയും ഹൈഡ്രജനും ഹീലിയം ആറ്റങ്ങൾ പിറവിയെടുക്കുകയും ചെയ്തു. റീകോമ്പിനേഷൻ എന്ന ഈ മൊമെൻറ്റിന് ശേഷം ഫ്രീ ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഇല്ലാതായതിനെ തുടർന്ന് പ്രകാശകിരണങ്ങളായ ഫോട്ടോണുകൾക്ക് സ്കാറ്ററിംഗ് നടക്കാതെ സ്വതന്ത്രമായി നേർരേഖയിൽ സഞ്ചരിക്കുവാനും സാധിച്ചു. ഇതോടുകൂടി നമ്മുടെ പ്രപഞ്ചം ട്രാൻസ്പെറൻ്റായി മാറുകയും പ്രപഞ്ചത്തിൽ പ്രകാശത്തിൻ്റെ ആദ്യ കിരണങ്ങൾ പുറത്തു വരികയും ചെയ്തു. അങ്ങനെ പ്രപഞ്ചത്തിൽ ആദ്യമായി പുറത്തു വന്ന പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ഇന്നും നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിന്നു പോരുന്നു. കാലം കഴിയും തോറും നമ്മുടെ പ്രപഞ്ചം വികസിച്ചതിനെ തുടർന്ന് അവയുടെ വേവ് ലെന്തിൽ വലിച്ചു നീട്ടൽ നടക്കപ്പെടുകയും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വിസിബിൾ ലൈറ്റിൽ നിന്നും ഇൻഫ്രാറെഡിലേക്കും ശേഷം മൈക്രോവേവിലേക്കും അവ മാറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രപഞ്ചം രൂപം കൊണ്ടതിന് ശേഷം പുറത്തു വന്ന ആദ്യ പ്രകാശ കിരണങ്ങളെയാണ് നാം CMB അഥവാ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഏതൊരു ദിക്കിലേക്ക് നോക്കിയാലും ഇവയെ നമുക്ക് ഒരേപോലെ കാണുവാനായും സാധിക്കും. അന്ന് 3000 ഡിഗ്രി കെൽവിനിൽ നിന്നും ഇന്ന് ആബ്സലൂട്ട് സീറോയെക്കാളും കുറച്ചു മുകളിൽ 2.75 കെൽവിൻ താപനിലയിൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ദിക്കിലും ഒരേപോലെ തന്നെ ഇവ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു.
വർഷം 1948. ഫിസിസ്റ്റായിരുന്ന ജോർജ് ഗമോവും റാൽഫ് ആൽബറും റോബർട്ട് ഹെർമാനും ചേർന്ന് ഒരു പ്രവചനം നടത്തുകയുണ്ടായി. ബിഗ് ബാങ്ങിനെ തുടർന്ന് ബാക്കിയായി വന്ന ലെഫ്റ്റ് ഓവർ റേഡിയേഷൻ നമുക്ക് ചുറ്റും കാണുവാൻ സാധ്യതയുണ്ട് എന്ന്. എന്നാൽ അന്ന് ആ ഒരു പ്രവചനം ശാസ്ത്രലോകം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തള്ളിക്കളയുകയായിരുന്നു ചെയ്തിരുന്നത്. ശേഷം 17 വർഷങ്ങൾക്കും അപ്പുറം 1965 ബെൽ ലാബ്സിൽ ഒരു മൈക്രോവേവ് ആൻറ്റിനയുടെ സഹായത്തോടുകൂടി പഠനം നടത്തുകയായിരുന്ന ആർണോ പെൻസേഴ്സും റോബർട്ട് വിൽസണും പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും വരുന്ന ബാക്ക്ഗ്രൗണ്ട് നോയ്സുകളെ തിരിച്ചറിയുകയും അങ്ങനെ ഇതിൽ നിന്നുമാണ് CMB എന്നത് വെറുമൊരു പ്രവചനം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് ശാസ്ത്രലോകം തിരിച്ചറിയുന്നതും ഇതിനെ തുടർന്ന് ഫിസിക്സിലെ നോബൽ സമ്മാനം നൽകി ഇവരെ ശാസ്ത്രലോകം ആദരിക്കുകയും ചെയ്യുന്നു. CMB എന്നത് വെറുമൊരു പ്രകാശകിരണങ്ങൾ മാത്രമല്ല, നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ശൈശവകാലത്തെ ബ്ലൂ പ്രിൻ്റ് എന്നോ ഫോട്ടോ എന്നോ എല്ലാം നമുക്കതിനെ വിളിക്കാം. പക്ഷെ മഹാവിസ്ഫോടനവുമായി ബന്ധപ്പെട്ട ഏതൊരു ചർച്ചകൾക്കും അവസാനം ഒട്ടുമിക്ക ആളുകളും എത്തിച്ചേരുക ഒരു ചോദ്യത്തിലായിരിക്കും. 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മഹാവിസ്ഫോടനത്തെ തുടർന്ന് ഈ ഒരു പ്രപഞ്ചം രൂപം കൊണ്ടുവെങ്കിൽ അതിനു മുൻപ് എന്തായിരുന്നു, എവിടെ നിന്നുമാണ് ഇവയെല്ലാം രൂപം കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കും. അങ്ങനെ ചോദ്യങ്ങൾ അനേകമുണ്ടെങ്കിലും ഇന്നുവരെ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ നമ്മുടെ ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിനെ പിന്തുടർന്ന് നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണെങ്കിൽ കാലം, അതുമല്ലെങ്കിൽ ടൈം ആരംഭിക്കുന്നത് തന്നെ ബിഗ് ബാങ്ങിനെ തുടർന്നാണ് എന്ന ഉത്തരത്തിലേക്കാകും നമ്മൾ എത്തിച്ചേരുക. കാലം, അതുമല്ലെങ്കിൽ സമയം ആരംഭിക്കുന്നത് തന്നെ ബിഗ് ബാങ്ങിനെ തുടർന്നാണെങ്കിൽ ബിഗ് ബാങ്ങിന് മുൻപ് എന്നൊരു ചോദ്യം അവിടെ അപ്രസക്തമാകുകയും ചെയ്യും. കാരണം സമയം, അതുമല്ലെങ്കിൽ കാലം നിലവിലില്ലാത്തൊരു കാലഘട്ടത്തിൽ അതിനു മുൻപ് എന്താണ് എന്നൊരു ചോദ്യത്തിന് എന്ത് പ്രസക്തി? ഇനി ക്വാണ്ടം ഫിസിക്സിന് പിന്തുടർന്ന് ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നു എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം തേടുകയാണെങ്കിൽ ടൈമും സ്പേസും ഒന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ക്വാണ്ടം സൂപ്പ് അഥവാ ക്വാണ്ടം ഫോം എന്നെല്ലാം വിളിക്കുന്ന പൂർണ്ണമായും ഊർജം മാത്രമായി നിലനിന്നിരുന്ന സിംഗുലാരിറ്റിക്ക് സമാനമായ ഒരു പോയിന്റിലേക്കാകും നമ്മൾ എത്തിച്ചേരുക. അങ്ങനെയുള്ള ക്വാണ്ടം ഫോമിലുണ്ടായിരുന്ന അനേകം ചെറിയ എനർജി ബബിളുകളിലൊന്ന് ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള ഒരു പ്രപഞ്ചമായി മാറുകയായിരുന്ന എന്ന ഉത്തരത്തിലാകും നമ്മൾ എത്തിച്ചേരുക. എന്നാൽ മറ്റൊരു കൂട്ടം ശാസ്ത്രലോകം വിശ്വസിക്കുന്നത് നിരന്തരമായി രൂപം കൊള്ളുകയും നശിക്കുകയും ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ പ്രപഞ്ചമെന്നാണ്. ഇതിനെ നമ്മൾ തിയറി ഓഫ് സൈക്ലിക് യൂണിവേഴ്സ് എന്നും വിളിക്കുന്നു. ബിഗ് ബാങ്ങിനെ തുടർന്ന് നമ്മുടെ പ്രപഞ്ചം രൂപം കൊള്ളുകയും വികസിക്കുകയും ഒരു കാലഘട്ടത്തിൽ ഗുരുത്വാകർഷണത്തെ മറികടന്ന് വികസിക്കുവാനുള്ള ഊർജമില്ലാതെ വരികയും സന്തുലനം നഷ്ടപ്പെട്ട് കൊളാപ്സ് ആകുകയും എവിടെ നിന്നാരംഭിച്ചോ അവിടെ തന്നെ വീണ്ടും എത്തിച്ചേരുകയും ചെയ്യുന്നു. അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലൂപ്പായി നിരന്തരം തുടർന്നു പോരുകയും ചെയ്യുന്നു എന്ന് ശാസ്ത്രലോകത്തിലെ ഒരു കൂട്ടം വിശ്വസിച്ചു പോരുന്നു. എന്നാൽ വേറെ ചിലർ വിശ്വസിക്കുന്നതാകട്ടെ അനേകം പ്രപഞ്ചങ്ങളിൽ ഒന്ന് മാത്രമാകാം നമ്മുടേതെന്നാണ്. നമ്മളെക്കാളും മുൻപ് മറ്റ് പ്രപഞ്ചങ്ങൾ രൂപം കൊണ്ടിരിക്കാമെന്നും അവയിൽ പലതും ഇന്ന് നിലനിന്നു പോകുന്നുണ്ടായിരിക്കാമെന്നും പക്ഷെ നമ്മൾ അവയെ തിരിച്ചറിയുന്നില്ല എന്നും വാദിക്കുന്നു മറ്റൊരു കൂട്ടം ശാസ്ത്രലോകം. അപ്പോഴും നമ്മുടെ ചോദ്യം പിന്നെയും ബാക്കിയായി വരും. ബിഗ് ബാങ്ങിന് അല്ലെങ്കിൽ മഹാവിസ്ഫോടനത്തിന് മുൻപെന്തായിരുന്നു? ചിലപ്പോൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലായിരിക്കാം, ചിലപ്പോൾ എല്ലാം ഉണ്ടായിരുന്നിരിക്കാം, ചിലപ്പോൾ നമുക്ക് ചിന്തിക്കുവാനും സാധിക്കാത്ത മറ്റെന്തോ ഒന്ന് ആയിരിക്കുകയും ചെയ്തിരിക്കാം. പക്ഷെ അപ്പോഴും ആ ഒരു ചോദ്യം, നമ്മൾ വിശ്വസിക്കുന്നത് ബിഗ് ബാങ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം നടക്കുന്നത് ഇന്നേക്ക് 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ ആണെന്നാണ്. അങ്ങനെ ബിഗ് ബാങ് നടന്ന ആദ്യ സെക്കൻഡിൽ തന്നെ കുറേയധികം ഊർജം ആൻറ്റി മാറ്ററും അതുപോലെ മാറ്ററുമായി രൂപമാറ്റപ്പെടുകയുണ്ടായി. നമുക്കറിയാം ഇവ രണ്ടും പരസ്പര വിരുദ്ധമായവയാണ്. ആയതിനാൽ തന്നെ രണ്ടും കൊളൈഡ് ചെയ്യുകയും ആൻറ്റി മാറ്റർ നശിച്ചു പോവുകയും മിച്ചമുണ്ടായിരുന്ന മാറ്റർ സർവൈവ് ചെയ്യുകയും ചെയ്തു. ഇതിന് ശേഷമാണ് മോസ്റ്റ് സ്റ്റേബിൾ പാർട്ടിക്കിളുകളായിട്ടുള്ള പ്രോട്ടോൺ പോലുള്ളവ രൂപം കൊള്ളുന്നതും ഇതിനും ഏകദേശം 3 മിനിറ്റുകൾക്കപ്പുറം
താപനില 1 ബില്യൺ ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴേക്ക് പോരുകയും പ്രോട്ടോണും ന്യൂട്രോണും കമ്പൈൻ ചെയ്തുകൊണ്ട് ഹൈഡ്രജനും ഹീലിയം ന്യൂക്ലിയസും ഫോം ചെയ്യുന്ന രീതിയിലേക്ക് താപനില താഴേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ പതിയെ പ്രപഞ്ചത്തിൻ്റെ താപനില 4000 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിച്ചേരുകയും ആറ്റോമിക് ന്യൂക്ലിയസുകൾക്ക് ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു ഫുൾഫിൽഡ് ആറ്റമായി രൂപം കൊള്ളുവാനുള്ള സാഹചര്യം വന്ന് എത്തുകയും ചെയ്തു. ഇതിന് ശേഷമാണ് യൂണിവേഴ്സ് ട്രാൻസ്പെറൻ്റ് ആവുകയും ഹൈഡ്രജൻ ഹീലിയം ഗ്യാസ് ക്ലൗഡുകൾ രൂപം കൊള്ളുവാൻ ആരംഭിക്കുകയും ശേഷം നെബുലാർ ഹൈപ്പോത്തിസിസ് പോലെയുള്ള കാര്യങ്ങൾ അരങ്ങേറുന്നതും. അങ്ങനെ ബിഗ് ബാങ് തിയറിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി നമ്മളെ സഹായിച്ചിട്ടുള്ള മറ്റ് പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ വിദൂരത്തുള്ള ഗാലക്സികളിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ റെഡ്ഷിഫ്റ്റിൻ്റെ തോത് അളക്കുന്നതും കൂടാതെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും എല്ലാം ബിഗ് ബാങ് തിയറിയിലേക്ക് എത്തിപ്പെടുവാനായി നമ്മളെ സഹായിച്ചിട്ടുള്ള വസ്തുതകളാണ്. നമുക്കിത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബാങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണമെന്നും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, ബൈ ബൈ.